നമസ്കാരം. 2025 കർക്കിടക മാസത്തിൽ നമ്മൾ ഏവരും പ്രവേശിച്ചിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ ലോകമെങ്ങുമുള്ള ഹിന്ദുക്കൾക്ക് കർക്കിടക മാസത്തിൻ്റെ ഇനിയുള്ള 30 ദിവസങ്ങളുടെ ചൈതന്യം, പവിത്രത എന്താണ് എന്ന് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. എന്നാൽ തെക്കേ ഇന്ത്യയിൽ, കേരളത്തിലാകട്ടെ, കർക്കിടക മാസത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും തികച്ചും സൗമ്യമായ രീതിയിൽ അനുഷ്ഠിച്ചു പോരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. രാമായണ മാസം എന്നും നമ്മൾ പറയാറുണ്ട്, പുണ്യമാസം എന്നും പറയാറുണ്ട്. ഈ കർക്കിടക മാസത്തിൽ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം കർക്കിടക മാസത്തിലാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടക വാവ് ദിനത്തിൽ നമ്മൾ അവരെ സ്മരിക്കുക, ബലിതർപ്പണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അവരെ സ്മരിക്കുന്ന ഒരു പുണ്യദിനവും ഈ 30 ദിവസത്തിൻ്റെ ഇടയിൽ വരുന്ന ഒരു ദിവസമാണ്. അതും കർക്കിടക മാസത്തിൽ തന്നെയാണ് എന്നത് പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പണ്ട് കാലങ്ങളിൽ കർക്കിടക മാസത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്ന മഴയാണ്. സാധാരണ രീതിയിൽ ഇന്നലത്തെ മഴ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നാവട്ടെ മഴയുണ്ട്, പുലർച്ചെ വരെ മഴ പെയ്തിട്ടുണ്ട്. എന്നാലും കാര്യമായ ഇന്നലത്തേലും നല്ല കാലാവസ്ഥയിൽ മാറ്റം കാണുന്നുണ്ട്. കർക്കിടക മാസത്തെ നമ്മൾ രാമായണ മാസം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാറ്. എനിക്കിപ്പം ഓർമ്മ വരുന്നത് പണ്ട് കാലങ്ങളിൽ ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പെരുമഴക്കാലമൊക്കെ വരുമ്പോൾ ജൂൺ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ ഉള്ള കാലഘട്ടത്ത് രാജസ്ഥാനിൽ നിന്നും കമ്പിളി പുതപ്പുമായിട്ട് രാജസ്ഥാനികൾ നമ്മുടെ ഇവിടങ്ങളിൽ വരാറുണ്ട്, കേരളത്തിൽ വരാറുണ്ടായിരുന്നു. അവർ ഏതെങ്കിലും നഗരങ്ങളിൽ താൽക്കാലിക പ്ലാസ്റ്റിക് പടുത ഉപയോഗിച്ച് ടെൻറ്റ് കെട്ടിയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത്തരം പുതപ്പുകളായിട്ടൊന്നും ആരെയും കാണുന്നില്ല. ഉണ്ട്, വളരെ ചുരുക്കമുണ്ട്. പക്ഷെ മറ്റൊരു ടീമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. തനി ഗ്രാമവാസികൾ, രാജസ്ഥാനി ഗ്രാമവാസികൾ, അവരുടെ വസ്ത്രധാരണ, അവരുടെ തലപ്പാവ്, അവരുടെ മീശ ഒക്കെ കണ്ടാൽ നമുക്കറിയാമായിരുന്നു. പഴയ ആൾക്കാർക്കറിയാം, ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അറിയാൻ സാധ്യതയില്ല. ഇവരിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുലർച്ചെ ഇവർ പരസ്പരം കാണുമ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് റാം റാം ജി എന്ന് ഇദ്ദേഹം പറയും. അത് കേട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറയും റാം റാം എന്ന് പറയും. അത്തരം ചിട്ടകളുമായിട്ട്, അതായത് അത്രയ്ക്കും ഈ രാമായണ മാസമൊന്നും മാത്രമല്ല, 365 ദിവസം ശ്രീരാമനെ നമിച്ച് ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ആദ്യകാലത്ത് രാമേശ്വരത്ത് ട്രെയിൻ വിട്ടതിൻ്റെ ഉദ്ദേശം തന്നെ വടക്കേ ഇന്ത്യക്കാരുടെ സൗകര്യത്തിന് വേണ്ടിയായിരുന്നു. അവർക്ക് കാശി പോലെ തന്നെ രാമേശ്വരം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ആ ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ആ പരിസരത്ത് വന്ന് അവരുടെ പിതൃക്കൾക്ക് കർമാദികൾ ചെയ്ത് മടങ്ങുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. നമ്മൾ ആശ്രയിക്കുന്ന വടക്കേ ഇന്ത്യക്കാർ പണ്ടുകാലം മുതലേ രാമേശ്വരത്തെ ആശ്രയിച്ചിരുന്നു എന്നതാണ്. ശ്രീരാമന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ജനതയാണ് വടക്കേ ഇന്ത്യയിൽ ഉള്ള ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങൾ, വിശ്വാസികൾ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാസമേ ഉള്ളൂ രാമനെ സ്മരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യരിൽ ഓരോരുത്തർക്കും വിശ്വാസം ഒന്നു തന്നെയാണെങ്കിലും സംസ്ഥാനത്തിൻ്റെതായ രീതി അനുസരിച്ച് വെവ്വേറെ ശൈലിയിലാണ് അവർ പ്രാവർത്തികമാക്കുന്നത്. ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ കാര്യം, നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഒരു തോന്നലുണ്ട്. എനിക്ക് ന്യായമായ വിദ്യാഭ്യാസമുണ്ട്, പോരാത്തതിന് എനിക്ക് സമ്പത്തുണ്ട്, അറിവുണ്ട്, എനിക്ക് ഏജ് മെച്യൂരിറ്റിയായി. ഞാൻ എന്ത് ജീവിക്കണം, എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇത്തരം മനോഭാവങ്ങൾ നമ്മുടെ ഇടയിൽ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട് ഈയിടെയായിട്ട്. ഏകദേശം ഈ 2000-ന് ശേഷം ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ശരിയാണ്, ഒരു മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനെല്ലാം അധ്വാനിക്കുന്നത്, എനിക്കറിയാം എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിലാണ് ഞാൻ ജീവിക്കേണ്ടത്, നിങ്ങളാരും എന്നെ പഠിപ്പിക്കേണ്ട, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്നെ പറഞ്ഞ് ധരിപ്പിച്ചാൽ മതി, ഇതൊന്നും നിങ്ങളോട് ഞാൻ ചോദിച്ചില്ലല്ലോ, നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊരു മനോഭാവം ധാരാളമുണ്ട് ഇപ്പോഴത്തെ യുവതലമുറയ്ക്കും. അല്ലെങ്കിൽ അത്തരം ശൈലിയായിട്ട് നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ഒരു നിമിത്തം എന്ന് മാത്രമേ ഉള്ളൂ. സാക്ഷാൽ
നമ്മുടെ മാതാപിതാക്കളുടെ കാരുണ്യം, അല്ലെങ്കിൽ അവരുടെ ബ്ലെസ്സിങ്, മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ഔദാര്യം, പ്ലസ് സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം. വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.